കാശി രാജാവിന്റെ 3 മക്കൾ അംബിക, അംബാലിക, അവരുടെ വിവാഹ വേദിയിലേക്ക് ഈ ഭീഷ്മരും ചെന്ന് അവിടെയുള്ള എന്താ പറയാ രാജകുമാരന്മാരുടെ കൂട്ടത്തില് ഒരു സിംഹാസനത്തിൽ ഒരു അതിഥികളുടെ ആസനത്തിൽ വിവാഹ അർത്ഥനയുമായി ചെന്ന് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ ചെന്നിരിക്കുന്നത് അല്ലെ? ഒരു ഉദ്യോഗാർത്ഥിയെ പോലെ, ഇന്റർവ്യൂ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥിയെ പോലെ തന്റെ പ്രൊഫൈലും അവിടെ സമർപ്പിച്ചിരിക്കുന്ന, തന്റെ ഫയല് അവിടെ സമർപ്പിച്ച് ഇന്റർവ്യൂവിന് വിളിക്കാൻ കാത്തിരിക്കുന്ന ഒരു പോലെ നമ്മുടെ ഭീഷ്മരും അവിടെ ചെന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അംബിക, അംബാലികമാരുടെ ധാത്രിമാര് വരണമാല്യവുമായിട്ട് ആ സഭയിലെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുത്ത് ഓരോ രാജാക്കന്മാരും ഇതാ ഇന്നവനാണ്, ഇന്ന യുവരാജാവാണ്, ഇന്ന രാജ്യത്തിലെ അടുത്ത അവകാശിയാണ്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള രാജാവാണ് എന്ന് ഓരോരുത്തരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അംബിക, അംബാലികമാർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ ഭീഷ്മരുടെ അടുത്ത് എത്തിയതായിട്ടുള്ള സമയത്ത് ഭീഷ്മരെ അവഗണിച്ചുകൊണ്ട് ധാത്രിമാർ കടന്നുപോയി. കാരണം ഇയാള് വിവാഹം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളത് ലോകം മുഴുവൻ അറിയാം. പ്രായം കുറെ ആയിട്ടുമുണ്ട്. ഈ കുട്ടികളുടെ പ്രായത്തിന് പറ്റിയ ആളല്ല, നല്ലോണം പ്രായമായിട്ടുണ്ട്. അപ്പൊ പ്രായം കൊണ്ട് മുതുക്കനായ ഈ ഭീഷ്മരെ വിവാഹം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളെ എങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കടന്നുപോയതായിട്ടുള്ള സന്ദർഭത്തില് മറ്റുള്ള രാജാക്കന്മാർ ഭീഷ്മരെ നോക്കി പരിഹസിച്ചു അവര്. കാരണം ഇയാൾ പ്രതിജ്ഞ ചെയ്തിട്ട് ഇയാൾക്ക് ഇവിടെ എന്ത് കാര്യം, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് പറയും പോലെ എല്ലാവരും പരിഹസിച്ചു. ആ പരിഹാസം അദ്ദേഹത്തെ രോഷാകുലനാക്കി. അദ്ദേഹം ചാടി എഴുന്നേറ്റ് ഈ 3 കന്യകമാരുടെയും കൈ ചേർത്ത് പിടിച്ചുകൊണ്ട്, വാളൂരി പിടിച്ചുകൊണ്ട്, സദസ്സിലുള്ള എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ 3 കന്യകമാരെയും തന്റെ ബലം കൊണ്ട് വലിച്ചഴിച്ച് തന്റെ രഥത്തിലേക്ക് കൊണ്ടുപോകുന്നു. എല്ലാ രാജാക്കന്മാരും എതിർത്ത് യുദ്ധം ചെയ്തതായിട്ടുള്ള സന്ദർഭത്തിൽ ഈ ഭീഷ്മരെ സംബന്ധിച്ച് അവരൊക്കെ പുല്ലാണ്. അദ്ദേഹത്തിന്റെ ശക്തിക്ക് മുമ്പിൽ ഒന്നുമല്ല. അങ്ങനെ എല്ലാവരെയും അസ്ത്രങ്ങളെ കൊണ്ട് മഴ പെയ്യിച്ച് എല്ലാവരെയും പരാജയപ്പെടുത്തി പിന്തിരിപ്പിച്ച് ഓടിപ്പിച്ച് ശക്തനായിട്ടുള്ള ഭീഷ്മർ ഈ 3 പേരെയും രഥത്തിൽ കടത്തിക്കൊണ്ടുവരികയാണ്. അപ്പോഴാണ് സാൽവൻ എന്ന രാജാവ് പിന്തുടർന്നുകൊണ്ട് ഭീഷ്മരെ ആക്രമിക്കുന്നതും ആ സാൽവനുമായിട്ട് ഘോരമായിട്ടുള്ള യുദ്ധം ഭീഷ്മർ നടത്തുന്നു. ആ യുദ്ധത്തില് സാൽവനെ നിസ്സാരമായി പരാജയപ്പെടുത്തി അവമാനിച്ച് അവിടുന്ന് അഴിച്ചു വിടുന്നു. കടന്നു പോ, എന്റെ മുമ്പിൽ ഇനിയും നിന്നാൽ നീ വധിക്കപ്പെടും, അതുകൊണ്ട് കടന്നു പോ, നിന്റെ ജീവിതം എന്റെ ഭിക്ഷയാണെന്നുള്ള മട്ടില് ക്ഷത്രിയനായുള്ള സാൽവനെ അവമാനിച്ച് തന്റെ ശക്തി കൊണ്ട്, തന്റെ ബലം കൊണ്ട് എല്ലാവരെയും ജയിച്ച് ഈ 3 കന്യകമാരെയും കൊണ്ട് അന്തപുരത്തിലേക്ക്, ഹസ്തിനപുരത്തിലേക്ക് വരുന്നതായിട്ടുള്ള ഭീഷ്മരെ നമുക്കൊക്കെ അറിയാം. അപ്പൊ ഇവിടെ ഭീഷ്മർ ചെയ്തത് ഏത് ധർമ്മമാണ് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. എങ്ങനെയാ ഇതിനെ ന്യായീകരിക്കാൻ പറ്റുക? തന്റെ രാജാവിനോടുള്ളതായിട്ടുള്ള ലോയൽ അല്ലെ, തന്റെ രാജാവ് വിചിത്രവീര്യൻ, ആരോഗ്യമില്ലാത്ത രാജയക്ഷ്മാവെന്ന അസുഖം പിടിച്ചതായിട്ടുള്ള ഒരു രാജകുമാരന് ഒരു പെൺകുട്ടികളുടെ സമ്മതമില്ലാതെ 3 പെൺകുട്ടികൾ സ്വയംവര മണ്ഡപത്തിലായിരുന്നു. സ്വയംവരം എന്ന് പറഞ്ഞാൽ അവർക്കും കൂടി ഇഷ്ടമാവണമായിരുന്നു. അവരുടെ സമ്മതത്തോടുകൂടി, അല്ലെങ്കിൽ ഏതെങ്കിലും മത്സരം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷയിൽ ജയിച്ച് വീരശുൽക്കം എന്ന് പറയുന്ന രീതിയിലോ, ഇപ്പൊ വില്ലൊടിക്കാനോ ഏതെങ്കിലും ലക്ഷ്യം ഭേദിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള അഭ്യാസങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് താൻ ശക്തനാണെന്ന് തെളിയിച്ച് ആ മത്സരത്തിൽ ജയിച്ചോ, വീരശുൽക്കമായിട്ട് ക്ഷത്രിയ രീതിയിലോ, അല്ലെങ്കിൽ കന്യാദാനമായിട്ടോ, അല്ലെങ്കിൽ സ്വയംവരത്തിൽ പെൺകുട്ടികൾ തിരഞ്ഞെടുക്കുന്ന രീതിയിലോ, അങ്ങനെ പലതരത്തിലുള്ളതായിട്ടുള്ള വിവാഹ സമ്പ്രദായങ്ങളുണ്ട്. അതിലൊന്നും പെടാത്ത രീതിയിൽ, എന്നാൽ തനിക്ക് വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ പോകട്ടെ എന്ന് പറയാം.
താൻ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 പേരെയും ബലാത്കാരേണ പിടിച്ചതെങ്കിൽ അത് രാക്ഷസ വിവാഹം എന്ന് പറയൂ. അതിന് രാക്ഷസന്മാർക്ക് സ്ത്രീകളുടെ സമ്മതമില്ലെങ്കിലും തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കാവുന്ന ഒരു അതിനെ നല്ല വിവാഹമായിട്ടല്ല, ഉത്തമ വിവാഹമായിട്ടല്ല ഗണിച്ചിരിക്കുന്നത്. അഷ്ടവിവാഹങ്ങളിൽ ഇങ്ങനെയും ഒന്നുണ്ട്. ഗാന്ധർവ വിവാഹം, ബ്രാഹ്മണ വിവാഹം, അതുപോലെയുള്ളതായിട്ടുള്ള പല വിവാഹങ്ങളിൽ ഒന്നാണ് ഈ രാക്ഷസ വിവാഹം. വേറൊന്നുണ്ട് പൈശാചിക വിവാഹം. അത് പൈശാചികം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ കൊന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ മൃതശരീരത്തെ കൂടി പ്രാപിക്കുന്ന ആ ഒരു ഭാവമാണത്, ഏറ്റവും നികൃഷ്ടമായിട്ടുള്ളത്. അപ്പൊ ആ നികൃഷ്ടമായ പൈശാചികം, അതിന്റെ തൊട്ട് ഇതായിട്ടുള്ളതാണ് രാക്ഷസ വിവാഹം. ആ രാക്ഷസ വിവാഹം പോലും തനിക്ക് അനുഭവിക്കാൻ, തനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാകണമായിരുന്നു. ഇത് വാസ്തവത്തിൽ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് അദ്ദേഹം ചെയ്തതിന്റെ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ എങ്ങനെയാ വ്യാഖ്യാനിക്കുക? മറ്റൊരാൾക്ക് വേണ്ടി ശക്തനായിട്ടുള്ള ഒരാള് ഇങ്ങനെ അപഹരിച്ചുകൊണ്ട് വരുന്നതിനെ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗുണ്ടായിസം എന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരും. കയ്യൂക്കുള്ളവൻ, ബലമുള്ളവൻ, മറ്റൊരാൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന, തനിക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ ഇതിന് ഗുണ്ടായിസം എന്ന് പറയേണ്ടി വരും ഇന്നത്തെ ഭാഷയിൽ. അതാണ് അവിടെ കാണുന്നത്. ഇത് ധർമ്മമാണോ? ഇത് ഏത് ധർമ്മമാണ്? ബലവാന്റെ ധർമ്മം. ഇത് ബലവാന്റെ ധർമ്മമാണ്. ഇതാണ് വ്യാസൻ പലപ്പോഴും ഭീഷ്മരെ നോക്കി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്. ബലസ്യ ഈശേ ഇതി നാ അധർമ്മം ചരേത്, ബലസ്യ ഈശേ ഇതി നാ അധർമ്മം ചരേത്. ബലത്തിന് ഈശനാണെന്ന് കരുതി, ബലവാനാണെന്ന് കരുതി അധർമ്മം പ്രവർത്തിക്കരുത്. ബലവാനാണെന്ന് കരുതി അധർമ്മം പ്രവർത്തിക്കരുത്. ബലവാൻ പാലിക്കാനുള്ളതാണ് ധർമ്മം. ബലവാൻ 100% ധർമ്മം പാലിക്കണം. കാരണം അവൻ ആരെയും പേടിക്കേണ്ടതില്ല, അവൻ സ്വതന്ത്രനാണ്. സ്വതന്ത്രനായിട്ടുള്ളവനെ 100% ധർമ്മം പാലിക്കാൻ പറ്റുള്ളൂ. പരവശന്മാരായിട്ടുള്ള മറ്റുള്ളവരുടെ കീഴിലുള്ള ആളുകൾക്ക് ധർമ്മം പാലിക്കാൻ പ്രയാസമുണ്ട്. മറ്റുള്ളവരുടെ എന്താ പറയുക, അംഗീകാരം കൂടി വേണം, മറ്റുള്ളവരുടെ അനുവാദം വേണ്ടി വരും. മറ്റൊരാളുടെ കീഴിൽ ജോലിക്ക് നിൽക്കുന്ന ഒരാൾക്ക് സ്വധർമ്മം മുഴുവനായിട്ട് പാലിക്കാൻ കഴിയില്ല. കാരണം തന്റെ യജമാനനെ തൃപ്തിപ്പെടുത്തിയതിനു ശേഷമേ അദ്ദേഹത്തിന് മറ്റു ധർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ശക്തനായിട്ടുള്ള ഒരാൾ സ്വതന്ത്രനാണ്. ധാരാളം അനുവദിച്ചിട്ടുണ്ട്. ധർമ്മത്തിൽ എക്സംഷൻസ് അനുവദിച്ചിരിക്കുന്നത് നിസ്സഹായന്മാരായിട്ടുള്ള ആളുകൾക്കാണ്, പരവശന്മാരായിട്ടുള്ള ആളുകൾക്കാണ്, അസ്വതന്ത്രന്മാരായിട്ടുള്ള ആളുകൾക്കാണ്. ശക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് ധർമ്മത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിച്ചിട്ടില്ല. അപ്പോ ഈ ഭീഷ്മരെ പോലെ ശക്തനായിട്ടുള്ള ഒരാള് ചെയ്യുന്നത്, അദ്ദേഹം പൂർണ്ണമായിട്ട് 100% ധർമ്മം ആയിരിക്കേണ്ടടുത്ത് അദ്ദേഹം ചെയ്തതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ന്യായീകരിക്കാം. അതെനിക്ക് സമ്മതമായിക്കൊള്ളണമെന്നില്ല, അത് ശാസ്ത്രസമ്മതമായിക്കൊള്ളണമെന്നില്ല, അറിവുള്ളവർക്ക് സമ്മതമായിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും സമ്മതമായിക്കൊള്ളണമെന്നില്ല. ന്യായീകരിക്കാം ആർക്ക് വേണമെങ്കിൽ. അത് ബലവാന്മാരുടെ ന്യായം. ബലസ്യ ഈശേ, ഞാൻ ബലവാനാണ്, എനിക്ക് കൈക്കരുത്തുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യും. അപ്പൊ അങ്ങനെ ഈ 3 കന്യകമാരെ അവരുടെ ഇച്ഛ കൂടാതെ, അവരുടെ സമ്മതം കൂടാതെ തട്ടിക്കൊണ്ടുവന്നു. തന്റെ സഹോദരന്, ഈ ക്ഷയരോഗിക്ക് 3 പേരെയും വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരുക്കങ്ങൾ നടത്തുമ്പോഴാണ് ആ അംബ എന്ന മൂത്ത സഹോദരി ധൈര്യം സംഭരിച്ച് ഭീഷ്മരോട് തന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആഗ്രഹം പറഞ്ഞത്. താൻ ആ സാൽവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ആ സാൽവൻ അതുകൊണ്ടാണ് തന്റെ പുറകെ വന്നത്, ഭീഷ്മരോട് യുദ്ധം ചെയ്തത്. തന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്റെ ക്ഷത്രിയ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഭീഷ്മരോട് യുദ്ധം ചെയ്തത്. പക്ഷെ ഭീഷ്മരെ പോലെ ശക്തനായിട്ടുള്ള ഒരാളുടെ മുമ്പിൽ സാൽവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നെ അനുവദിച്ചാൽ ഞാൻ സാൽവന്റെ അടുത്തേക്ക് പോകുകയാണ്, എന്നെ അദ്ദേഹം സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു, എന്നെ പോകാൻ അനുവദിക്കണം എന്ന് ധൈര്യം സംഭരിച്ച് ആ അംബ എന്ന ദേവി പറഞ്ഞതായിട്ട് സന്ദർഭത്തിൽ ഭീഷ്മര്
വല്ലാതെയാവുന്നു. അപ്പൊ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി. എന്നാൽ പൊക്കോളൂ എന്ന് പറഞ്ഞ് അനുവദിക്കുന്നു, പോകാൻ അനുവദിക്കുന്നു, എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ അംബ തിരിച്ച് സാൽവന്റെ അടുത്തേക്ക് പോകുന്നതും സാൽവൻ നിരാകരിക്കുന്നതുമായിട്ടുള്ള കഥയൊക്കെ നമുക്കറിയാം. കാരണം സാൽവൻ ഒരു പൗരുഷമുള്ള ക്ഷത്രിയനാണ്, അദ്ദേഹത്തിന് മാനമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിന്നെ പ്രഗത്ഭനായ ശക്തനായ ഭീഷ്മർ കൈപ്പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ശക്തി കൊണ്ട് നിന്നെ സ്വന്തമാക്കി. അവിടെ ഞാൻ പരാജയപ്പെട്ടു, നിന്നെ വീണ്ടെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇനിയിപ്പോ അയാളുടെ ഭിക്ഷയാണ് നീ, അയാളുടെ ഔദാര്യമാണ്. ആ ഔദാര്യം സ്വീകരിക്കാൻ, ദാനം സ്വീകരിക്കാൻ ക്ഷത്രിയനായിട്ടുള്ള എൻ്റെ മനസാക്ഷി, എൻ്റെ പൗരുഷം എന്നെ അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പറഞ്ഞത് ന്യായം. കാരണം ക്ഷത്രിയന്മാർക്ക് പൗരുഷവും മാനവുമാണ് ഏറ്റവും വലിയ ദാനം. ക്ഷത്രിയന്മാര് ദാനം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ക്ഷത്രിയന്മാർ ദാനം കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. ക്ഷത്രിയന്മാർ ദാനം സ്വീകരിക്കാറില്ല, സ്വീകരിക്കാൻ പാടുള്ളതല്ല. ദാനം സ്വീകരിച്ചാൽ അവന്റെ ക്ഷത്രിയത്വം നഷ്ടപ്പെടുന്നു, ക്ഷത്രിയത്വം ക്ഷയിക്കുന്നു. കാരണം ആരിൽ നിന്നവൻ ദാനം സ്വീകരിക്കുന്നുവോ അവന്റെ വിധേയനായി തീരുന്നു, അവൻ അധീനനായി തീരുന്നു, അവനോട് ഒബ്ലിഗേഷൻ ഉണ്ടാകുന്നു. അപ്പൊ അവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു, ഭരണം നടത്താനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെയാവുന്നു. അപ്പോ ഒരു ക്ഷത്രിയൻ ഒരിക്കലും അസ്വാതന്ത്ര്യത്തെ മനഃപൂർവ്വം ഏറ്റെടുക്കില്ല, ഏതെങ്കിലും ദാനം സ്വീകരിച്ചുകൊണ്ട്. അതുകൊണ്ട് ക്ഷത്രിയന്മാർക്ക് ദാനം വർജ്യമാണ്. ഇത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ക്ഷത്രിയന്മാർക്ക് ദാനം വർജ്യമാണ്, സ്വീകരിക്കാൻ പാടുള്ളതല്ല, കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. അതുതന്നെയാണ് ഇന്നത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ബാധകം. അതുതന്നെയാണ് ഇന്നത്തെ മന്ത്രിമാർക്കൊക്കെ ബാധകം. നമ്മുടെ ഇന്നത്തെ മന്ത്രിമാരും ക്ഷത്രിയന്മാരാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ക്ഷത്രിയന്മാരാണ്, അവർ ഭരണം നടത്തുന്നവരാണ്. അവരാരിൽ നിന്നും ഒരു സമ്മാനവും ദാനമായി സ്വീകരിച്ചുകൂടാ. അവരുടെ വീട്ടിൽ ഗൃഹപ്രവേശത്തിനോ വിവാഹങ്ങൾക്കോ കുട്ടികളുടെ പിറന്നാളിനോ അവരാരെങ്കിലുമൊക്കെ വിളിച്ചു വരുത്തി അവരുടെ ഇന്ന് സമ്മാനങ്ങൾ മേടിച്ചാൽ, അല്ലെ, ബാർ മുതലാളികളുടെ ഇന്ന് ഇലക്ഷന് ഫണ്ട് മേടിച്ചാൽ, ഇപ്പൊ അതാണല്ലോ നടക്കുന്നത്. ബാർ മുതലാളിമാരുടെ ഇന്ന് ഇലക്ഷന് ഫണ്ട് മേടിച്ച് ഇലക്ഷൻ ജയിക്കുകയാണ്. പിന്നെ ഏത് നിയമമാ അവര് പാസ്സാക്കുക? ഇവർക്ക് പിന്നെ സ്വാതന്ത്ര്യമുണ്ടോ? ഈ കോടികൾ കൊടുത്ത ബാർ മുതലാളിമാര് പറയുന്ന നിയമങ്ങളല്ലേ ഇവർക്ക് പാസ്സാക്കാൻ പറ്റുള്ളൂ. ഇന്നടത്തൊക്കെ ഞങ്ങൾക്ക് ബാറുകൾ തുറക്കണം, അതിന് ഇന്ന രീതിയിൽ നിങ്ങൾ ഫേവർ ചെയ്തു തരണം, നിയമങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. നിയമസഭയിൽ എല്ലാവരും ഒന്നിച്ച് ഇവർക്ക് വേണ്ടി നിയമം ഉണ്ടാക്കും. കാരണം എല്ലാവരും ഇത് വാങ്ങിച്ച് ജയിച്ചു വന്നവരാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഭരണാധികാരികൾ എന്ന് പറയുന്നവര് ഈ അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നതിന് കാരണം ഇവർ ഇങ്ങനെ ഫണ്ട് സ്വീകരിച്ച് ഇലക്ഷൻ ജയിച്ചു വരുന്നത് തന്നെയാണ്. സ്വന്തം കയ്യിൽ നിന്നെടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ അധികം പൈസ ചെലവാക്കാതെയോ ഇവർക്ക് ഇലക്ഷൻ ജയിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. ഇലക്ഷൻ ജയിക്കണമെങ്കിൽ കാശ് ചെലവാക്കണം. ആ കാശ് അധാർമികമായിട്ടുള്ള മാർഗത്തിൽ സമ്പാദിച്ചവരുടെ കയ്യിൽ നിന്നേ കിട്ടുള്ളൂ. അപ്പൊ അവരുടെ നിന്ന് വാങ്ങിച്ച ശേഷം അവർക്ക് കൂട്ടിക്കൊടുപ്പ് നടത്തുകയാണ് ഇവരുടെ പണി. അതാണ് ഇന്നത്തെ നമ്മുടെ ഭരണം മുഴുവൻ അഴിമതിയിൽ മുങ്ങാൻ കാരണം. അപ്പൊ ഭരണാധികാരികൾ ഒരിക്കലും ആരിൽ നിന്നും ഒരു ഔദാര്യവും ഒരു ദാനവും സ്വീകരിക്കാൻ പാടുള്ളവരല്ല. അതിന്റെ ഒരു പ്രതീകമാണ് സാൽവൻ. ഇവിടെ സാൽവൻ അഭിമാനിയാണ്. ഭീഷ്മരുടെ കൈകൊണ്ട് തൊട്ട് അപമാനിതയായ അംബയെ ഇനി ഒരു ദാനം പോലെ ഔദാര്യമായി സ്വീകരിക്കാൻ സാൽവന്റെ പൗരുഷം, സാൽവന്റെ ക്ഷത്രിയ രക്തം സമ്മതിച്ചില്ലെങ്കിൽ സാൽവനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അദ്ദേഹം ക്ഷത്രിയനാണ് എന്ന് തെളിയിച്ചതാണ്. അദ്ദേഹത്തിന് അംബയോട് സ്നേഹമില്ലാതെയല്ല, പക്ഷെ അംബയോടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹത്തെക്കാൾ അംബയെ ഭീഷ്മരെ ബലാത്സംഗം ചെയ്തിട്ടൊന്നുമില്ല, അംബയുടെ വിവാഹം കഴിഞ്ഞിട്ടുമില്ല. അതൊക്കെ സാൽവൻ അറിയാം.
അമ്പ ഇപ്പോഴും ശുദ്ധ തന്നെയാണ്. എങ്കിലും ഒരു ക്ഷത്രിയൻ എന്നുള്ളതായിട്ടുള്ള നിലയ്ക്ക് തൻ്റെ ഒരു ധർമ്മമുണ്ട്, തൻ്റെ ഒരു പൗരുഷമുണ്ട്. അത് കാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ധർമ്മമാണ്. അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് നിഷേധിക്കാം. അങ്ങനെ നിഷേധിച്ചതായി സ്ത്രീയുടെ കണ്ണീര്, ഒരു സ്ത്രീയുടെ നിസ്സഹായത, ഒരു സ്ത്രീയെ തെരുവിൽ ഇറക്കി വിട്ടിട്ട് അങ്ങ് സുഖമായിരുന്നുകൂടാ, അങ്ങയുടെ പ്രതിജ്ഞ മാറ്റിവെച്ചോളൂ, അങ്ങ് പ്രതിജ്ഞ ചെയ്തിരുന്നെങ്കിൽ ഈ പണിക്ക് വരാൻ പാടില്ലായിരുന്നല്ലോ, അല്ലേ? വിവാഹം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരുന്ന ഒരാള് ഈ പെണ്ണുങ്ങളെ പിടിക്കാനായിട്ട് എന്തിനാ പോയത്? പിന്നെ ഈ 3 പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുവരാനുള്ള പണിക്ക് എന്തിനാ പോയത്? ഒരാൾ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞൊരാള് വിവാഹം കഴിച്ചിരുന്ന ഒരാളോ കഴിക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരാളോ ആയിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് അനുവദിക്കാമായിരുന്നു. ഇദ്ദേഹം സ്ത്രീകളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പ്രഖ്യാപിച്ച പ്രതിജ്ഞ ചെയ്ത ഒരാള് 3 സ്ത്രീകളുടെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് ബലാത്കാരേണ പിടിച്ചുകൊണ്ടുവന്നത് ന്യായമോ? മറ്റു 2 പേരും അവരുടെ നിസ്സഹായത കൊണ്ട് അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അവർ വിചിത്രവീരനെ വിവാഹം കഴിക്കാൻ തയ്യാറായി. അവർ 2 പേരും പാവങ്ങള്, അബലകളാണെന്ന് തെളിയിച്ചുകൊണ്ട് അവരുടെ സമ്മതമില്ലെങ്കിലും വിചിത്രവീരനെ വിവാഹം കഴിക്കാൻ തയ്യാറായി. എന്നാൽ അംബ നല്ലൊരു ക്ഷത്രിയ കുമാരിയാണ്, നല്ലൊരു രാജകുമാരിയാണ്, നല്ല ശൗര്യമുള്ളവളാണ്. അവൾ വിട്ടില്ല. അവൾ ഭീഷ്മരെ പുറകെ പിടിച്ചു. മര്യാദയ്ക്ക് അങ്ങ് തന്നെ എനിക്കൊരു ജീവിതം തരണം, ഇല്ലെങ്കിൽ അതിന്റെ ഫലം അങ്ങ് അനുഭവിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് പിന്നാലെ കൂടി. പക്ഷെ ഭീഷ്മർ തന്റെ ഏതോ ഒരു അകാലത്ത് ചെയ്ത ഒരു പ്രതിജ്ഞയുടെ പേരിൽ, അസ്ഥാനത്ത് ചെയ്ത ഒരു പ്രതിജ്ഞയുടെ പേരിൽ, ആ ഒരു പ്രതിജ്ഞ പാലിക്കാൻ ഇത്രയും വലിയൊരു അപരാധം ചെയ്തു, വലിയൊരു അധർമ്മം ചെയ്തു. ഒരു സ്ത്രീക്ക് ഒരു ആലംബനമില്ലാതെ തെരുവിലേക്ക് തള്ളിവിട്ടു, സ്വീകരിച്ചില്ല. ആ സ്ത്രീ എന്ത് ചെയ്തു? ആ സ്ത്രീ പിന്നെ ഈ ഭീഷ്മരെ കൊണ്ട് പറഞ്ഞാൽ അനുസരിപ്പിക്കാൻ പറ്റിയ ആളെ അന്വേഷിച്ച് നടന്നു, കരഞ്ഞ് അലഞ്ഞ് നടന്നു. അപ്പോഴാണ് പറഞ്ഞറിഞ്ഞത് ഈ ഭീഷ്മരുടെ ഗുരുനാഥനാണ് പരശുരാമൻ, ക്ഷത്രിയാന്തകനായ പരശുരാമൻ. ഭൂമിയിൽ 21 വട്ടം ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്ത മഹാശക്തനായ ആ ആചാര്യൻ, അദ്ദേഹം പറഞ്ഞാൽ ഈ ഭീഷ്മർ അനുസരിക്കാതിരിക്കില്ല എന്ന് ആരൊക്കെയോ പറഞ്ഞ് അംബയെ മനസ്സിലാക്കിച്ചു. അങ്ങനെയാണ് അംബ പരശുരാമന്റെ അടുത്ത് എത്തുന്നത്. ആ പരശുരാമനോട് തന്റെ ആവലാതി, തന്റെ ദുഃഖം അവതരിപ്പിച്ചു. കേട്ടതായിട്ടുള്ള പരശുരാമന് മനസ്സലിഞ്ഞു. ശരിയാണല്ലോ, ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം പാഴാക്കിയല്ലോ എന്റെ ശിഷ്യൻ. അവൻ എത്ര ധർമ്മിഷ്ഠനാണ്, അവൻ എത്ര യശസ്വിയാണ്, അവൻ എന്തെല്ലാം അറിവുള്ളവനാണ്. അവൻ ഈ പണി ചെയ്തത് ശരിയായില്ല. അവനെ കൊണ്ട് ഞാൻ ധർമ്മം ചെയ്യിപ്പിക്കാം, ഞാൻ അവനെ കൊണ്ട് പറഞ്ഞ് അനുസരിപ്പിക്കാം എന്ന് ഈ അംബയ്ക്ക് വാക്കുകൊടുത്തു. അങ്ങനെ പരശുരാമൻ കുരുക്ഷേത്രത്തിലേക്ക്, ഹസ്തിനപുരത്തിലേക്ക് വന്ന് കുരുക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. ഹസ്തിനപുരത്തിലേക്ക് കയറി വരുന്നില്ല. കുരുക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് ദൂതന്മാരെ അയച്ചു, ആചാര്യൻ വന്നിട്ടുണ്ടെന്ന് അറിയിക്കൂ ഭീഷ്മനോട്. അങ്ങനെ ഭീഷ്മർ ആചാര്യൻ വന്നതറിഞ്ഞ് ബഹുമാന പുരസ്സരം ആചാര്യനെ കാണാൻ വന്നു, ഗുരുനാഥനെ കാണാൻ വന്നു. വന്നതായുള്ള സന്ദർഭത്തിലാണ് പരശുരാമൻ ഭീഷ്മരോട് പറയുന്നത്, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നിന്റെ ഗുരുനാഥൻ എന്ന നിലയ്ക്ക് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ ഈ പെൺകുട്ടിയുടെ കണ്ണുനീർ തുടയ്ക്കണം. നീ തെരുവിൽ ഇറക്കി വിട്ടതായിട്ടുള്ള ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് നീ ഇവളെ സ്വീകരിച്ച് അവൾക്കൊരു ജീവിതം കൊടുക്കണം. അതിന് നീ ബാധ്യസ്ഥനാണ് എന്ന് ഗുരുവര്യനായിട്ടുള്ള, ബ്രാഹ്മണോത്തമനായിട്ടുള്ള, ക്ഷത്രിയാന്തകനായിട്ടുള്ള പരശുരാമൻ തന്റെ ശിഷ്യനോട് മര്യാദയ്ക്ക് പറഞ്ഞു. അതിനെ നിഷേധിച്ചുകൊണ്ട് ഭീഷ്മർ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ പ്രതിജ്ഞ ലംഘിക്കില്ല. അതാര് പറഞ്ഞാലും ശരി. ഗുരുവിനോട് നിന്ദ, ഗുരുവിനോട് ധിക്കാരം പറയുന്നു. അതിനുശേഷം പരശുരാമൻ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എൻ്റെ അസ്ത്രങ്ങളുടെ
മൂർച്ച നീ അറിയും, എന്റെ ആയുധങ്ങളുടെ മൂർച്ച നീ അറിയും. ഈ ഭൂമിയിൽ 21 വട്ടം ക്ഷത്രിയന്മാരെ നിഗ്രഹിച്ച ചരിത്രം നിനക്ക് അറിവുള്ളതാണല്ലോ. ആ പരശുരാമനാണ് നിന്നോട് ആജ്ഞാപിക്കുന്നത്, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിന്റെ ശരീരം കാക്കകൾക്കും കഴുകന്മാർക്കും പരുന്തുകൾക്കും കുറുനരികൾക്കും ഞാൻ ഭക്ഷണമാക്കി പിച്ചി ചീന്തിയിട്ട് കൊടുക്കും. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതനുസരിക്ക് എന്ന് വെല്ലുവിളിച്ചതായുള്ള സമയത്ത് ഗുരുവിനെ നിന്ദിച്ചുകൊണ്ട് ഭീഷ്മർ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ്. അദ്ദേഹം വളരെ നിന്ദ്യമായിട്ടാണ് ഗുരുവിനോട് പെരുമാറുന്നത്. ഗുരുവിനോട് പറയുന്നുണ്ട്, അങ്ങ് ലോകം മുഴുവൻ ജയിച്ച സമയത്ത്, ക്ഷത്രിയന്മാരെയൊക്കെ ജയിച്ച സമയത്ത് ഭീഷ്മർ ജനിച്ചിട്ടില്ല, ദേവവ്രതൻ ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അങ്ങ് ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിച്ച ആളാണ്. നല്ല ശക്തന്മാരായിട്ടുള്ള ക്ഷത്രിയന്മാരെ അങ്ങ് കണ്ടിട്ടില്ല. അങ്ങ് ഭീരുക്കളെയും നിസ്സാരന്മാരെയുമാണ് ജയിച്ചിട്ടുള്ളത്. ശരിക്കുള്ള എതിരാളി ഇതാ നിൽക്കുന്നു. എന്നെ പോലെ ശക്തനായിട്ടൊരു ക്ഷത്രിയനെ അങ്ങ് നേരിട്ടിട്ടില്ല എന്ന് പരിഹസിച്ചുകൊണ്ട്, എന്നോട് യുദ്ധം ചെയ്താൽ എന്റെ അസ്ത്രങ്ങളെ കൊണ്ട് അങ്ങയുടെ ശരീരം ഞാൻ കുറുനരികൾക്കും കഴുകന്മാർക്കും പരുന്തുകൾക്കും പിച്ചിച്ചീന്തി ഇട്ടുകൊടുക്കുമെന്ന് ഒരേപോലെ ആ ഗുരുവിനെ വെല്ലുവിളിക്കുന്ന, ഗുരുവിനെ നിന്ദിക്കുന്ന ആ ഭീഷ്മരുടെ സ്വഭാവം, അതിനെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? ഇദ്ദേഹത്തിന്റെ സ്വഭാവം മാറിയിട്ടുണ്ടോ? ഇദ്ദേഹത്തെ 32 വർഷം ഗുരുക്കന്മാരുടെ അടുത്ത് വിദ്യാഭ്യാസം ചെയ്യിച്ചിട്ട്, അതിനല്ലേ ഗംഗാദേവി കൊണ്ടുപോയി വസിഷ്ഠന്റെ അടുത്തും ബൃഹസ്പതിയുടെ അടുത്തും ശുക്രാചാര്യരുടെ അടുത്തും പരശുരാമന്റെ അടുത്തും മാറി മാറി 4 മഹാഗുരുക്കന്മാരുടെ അടുത്ത് വിദ്യാഭ്യാസം ചെയ്തത്. 4 മഹാന്മാരുടെ അടുത്ത് 4 ബ്രാഹ്മണോത്തമന്മാരുടെ അടുത്ത് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചത് എന്തിനായിരുന്നു? ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ തന്റെ ഒരു അധാർമികമായ അസ്ഥാനത്ത് ചെയ്ത ഒരു പ്രതിജ്ഞയുടെ, തന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രതിജ്ഞയുടെ പേരിൽ ഏതെല്ലാം ധർമ്മങ്ങളാണ് ഇദ്ദേഹം, ശാശ്വതമായ സനാതനമായ ധർമ്മങ്ങളാണ് ഇദ്ദേഹം ലംഘിക്കുന്നത് എന്ന് നോക്കൂ. ഏത് ധർമ്മമാണ് ശാശ്വതം? ഏത് ധർമ്മമാണ് സനാതനം? ഗുരുനിന്ദ ശാശ്വതമായിട്ടുള്ള ധർമ്മം അത് അനുവദിച്ചിട്ടുള്ളതാണോ? പരശുരാമനെ പോലെയുള്ള ഒരു മഹാഋഷിയെ, ഗുരുവര്യനെ, ആചാര്യനെ നിന്ദിക്കുന്നത് അനുവദനീയമായിട്ടുള്ളതാണോ? ശാസ്ത്രസമ്മതമായിട്ടുള്ളതാണോ? അപ്പൊ ധർമ്മമാണോ അത്? ചിന്തിക്കുക. ഇങ്ങനെ വെല്ലുവിളിച്ച് ആ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള യുദ്ധം നമുക്കറിയാവുന്നതാണ്. അവസാനം ഈ ശക്തനായിട്ടുള്ള എതിരാളിയുടെ മുമ്പിൽ ഗുരുവായ പരശുരാമൻ പോലും പരാജയപ്പെടുന്നതായിട്ടൊരു അവസ്ഥ വരുന്നു. പരാജയം സമ്മതിച്ചില്ല എങ്കിലും യുദ്ധത്തിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞ് നിസ്സഹായനായി അമ്പയെ ഉപേക്ഷിച്ച് മടങ്ങുന്ന പരശുരാമനെ കാണാം. അപ്പൊ അതിലൂടെ ഭീഷ്മർ തന്റെ ക്ഷത്രിയ ലക്ഷണം തെളിയിച്ചു. താനൊരു ശക്തനായ ക്ഷത്രിയനാണെന്ന് തെളിയിച്ചു. അദ്ദേഹം ക്ഷത്രിയൻ തന്നെയാണ്. അദ്ദേഹം ക്ഷത്രിയനായിരിക്കേണ്ടിയിരുന്ന ആളാണ്. അദ്ദേഹം രാജാവായിരിക്കേണ്ടിയിരുന്ന ആളാണ്. ഈ ശക്തി മുഴുവൻ അദ്ദേഹം ഭരണം ഏറ്റെടുത്ത് നടത്തിയിരുന്നെങ്കിൽ, അദ്ദേഹം രാജാവായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ അദ്ദേഹം തന്റെ ശക്തിയെ മുഴുവൻ ഏത് കാര്യത്തിനാണ് വിനിയോഗിക്കുന്നത് നോക്കുക. തന്റെ ഈ ക്ഷത്രിയത്തെ മുഴുവൻ, ഈ പൗരുഷത്തെ മുഴുവൻ തന്റെ അധാർമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ പരാജിതനായി പരശുരാമൻ സ്ഥലം വിട്ടു. ആ അമ്പയാണ് പിന്നീട് ആത്മഹത്യ ചെയ്ത്. അപ്പൊ ഒരു സ്ത്രീയുടെ ആത്മഹത്യക്കും കണ്ണുനീരിനും കാരണമായി തീർന്നു. ആ അമ്പ തന്നെ ശപിച്ചുകൊണ്ട് ദേഹത്യാഗം ചെയ്തു. ആ അമ്പ തന്നെയാണ് പിന്നീട് ഈ ഭീഷ്മരുടെ മരണകാരണമായി, പുനർജന്മമായി, ശിഖണ്ഡിയായി ജനിച്ചു വരുന്നത്. ദ്രുപദന്റെ പുത്രനും പുത്രിയും എന്ന് വിളിക്കാം. ദ്രുപദന്റെ മൂത്ത സന്തതിയായിട്ട്
ആണും പെണ്ണുമല്ലാത്ത നപുംസകമായിട്ട്, ശിഖണ്ഡിയായിട്ട് ജനിക്കുന്നുണ്ട്. എന്തിനാ? പ്രതികാരം ചെയ്യാൻ. ഈ ഭീഷ്മരെ തന്നെ താൻ മുന്നിൽ നിന്നുകൊണ്ട് താൻ നിമിത്തമായിട്ട് മരിക്കും എന്നുള്ള ആ ഒരു ശപഥം ചെയ്തിട്ടാണ് അംബ ദേഹത്യാഗം ചെയ്തത്. ആ അംബയാണ് പിന്നീട് ദ്രുപദന്റെ പുത്രനായി അല്ലെങ്കിൽ പുത്രിയായി നപുംസകമായി ശിഖണ്ഡിയായി ജനിച്ചു വരുന്നത്. അതവിടെ ഇരിക്കട്ടെ, ശിഖണ്ഡി അവിടെ ഇരിക്കട്ടെ. അംബ അകാല മൃത്യു വരിച്ചു, ആത്മഹത്യ ചെയ്തു. പിന്നീട് ഈ വിചിത്ര വീര്യൻ അംബാലികമാരെ വിവാഹം കഴിച്ചു. പക്ഷെ രോഗിയായിരുന്ന അദ്ദേഹത്തിന് നന്നായി ദാമ്പത്യത്തിൽ ഏർപ്പെടാൻ പോലുമുള്ള ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഉള്ള ശക്തി വെച്ച് പരമാവധി ആ കാര്യത്തിൽ തന്നെ മുഴുകി, ഭോഗങ്ങളിൽ തന്നെ മുഴുകി, സുഖലോലുപതയിൽ തന്നെ മുഴുകി. രാജ്യകാര്യങ്ങൾ മുഴുവൻ ഭീഷ്മരെ ഏൽപ്പിച്ചിട്ട്, അപ്പൊ ഭരണം മുഴുവൻ ഭീഷ്മർ നടത്തി. ഇദ്ദേഹം ഭാര്യമാരുമായി ദാമ്പത്യ സുഖങ്ങൾ അതിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ശക്തി ഉണ്ടായിരുന്നില്ല സന്തതികൾ ജനിപ്പിക്കാൻ. അങ്ങനെ വിചിത്രവീര്യൻ അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചു. അദ്ദേഹത്തിന്റെ ക്ഷയരോഗം രാജയക്ഷ്മാവ് മൂർച്ഛിച്ച് അദ്ദേഹം അകാല മൃത്യു വരിച്ചു. അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ അംബാലികമാർ വിധവകളായി തീർന്നു. രാജ പരമ്പരയിൽ സന്തതി പരമ്പര ഇല്ലാതായിപ്പോയി. ഇനി എന്താ ചെയ്യുക? ഇനി ഈ വംശത്തെ നിലനിർത്താൻ എന്താ ചെയ്യുക? അതായി ആവലാതി. ആരുടെ? സത്യവതി ദേവിയുടെ, ഭീഷ്മന്റെ. അപ്പൊ ഈ ഭീഷ്മര് ഈ ദാശരാജാവിന് പ്രതിജ്ഞ ചെയ്തു കൊടുക്കുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തത്? ആരെയാ അദ്ദേഹം വെല്ലുവിളിച്ചത്? ഓർക്കുക, ഈശ്വരനെയാണ് വെല്ലുവിളിച്ചത്, വിധിയെയാണ് അദ്ദേഹം വെല്ലുവിളിച്ചത്. കാരണം ഈ ദാശരാജാവ് വാക്ക് ചോദിക്കുമ്പോൾ ഈ സത്യവതിക്കുണ്ടാകുന്ന സന്തതികളെ വേണം അവിടുത്തെ രാജാക്കന്മാരാക്കാൻ എന്ന് പറയുമ്പോൾ ഇവൾക്ക് സന്തതികൾ ഉണ്ടാകുമോ? ഉണ്ടായാൽ ആൺസന്തതികൾ ഉണ്ടാകുമോ? ആരോഗ്യമുള്ളവരുണ്ടാകുമോ? ഒക്കെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യമാണ്. സത്യവതി പ്രസവിക്കുമോ? പ്രസവിച്ചാൽ അത് ആൺകുട്ടികളാകുമോ? ആൺകുട്ടികളായാൽ തന്നെ ആരോഗ്യമുള്ളവരായിരിക്കുമോ? ആയുസ്സുള്ളവരായിരിക്കുമോ? ക്ഷത്രിയ ഗുണങ്ങളുള്ളവരായിരിക്കുമോ? ഇതൊന്നും അറിയാതെയാണ് ഒരു ബലം കൊണ്ട് പ്രതിജ്ഞ ചെയ്തത് ആര്? ഭീഷ്മര്. ഇതൊന്നും എന്റെ പണിയല്ല എന്ന് പറഞ്ഞ് പോകേണ്ടിയിരുന്ന ആളാണ്. പോകേണ്ട ആളായിരുന്നു, പോകേണ്ടതാണ്. കാരണം ഭാവിയിൽ സത്യവതി പ്രസവിക്കുമോ? ആൺകുട്ടികളായിരിക്കുമോ? പെൺകുട്ടികളായിരിക്കുമോ? വികലാംഗരായിരിക്കുമോ? ക്ഷത്രിയരായിരിക്കുമോ? വീര്യമുണ്ടായിരിക്കുമോ? അവർ രാജാവായിരിക്കാൻ അർഹതയുള്ളവരായിരിക്കുമോ? ഒന്നും അറിയാതെ ഈശ്വരനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ശപഥമായിരുന്നില്ലേ? അപ്പൊ ഈശ്വരനല്ലേ ഇപ്പോ ഭീഷ്മരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഈശ്വരനല്ലേ ഭീഷ്മരെ ഈ കളി കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആഹാ, നീ നിന്റെ പൗരുഷം കൊണ്ടൊരു പ്രതിജ്ഞ എടുത്ത് എന്നെ വെല്ലുവിളിക്കാറായോ? എന്നാ നോക്കട്ടെ നിന്റെ ശപഥം നീ എങ്ങനെ പാലിക്കണമെന്ന് എന്ന് ഈശ്വരന്റെ ഒരു രസകരമായിട്ടൊരു കളിയാണ് ഇവിടെ മുഴുവൻ. വിധിയും പൗരുഷവും തമ്മിലുള്ളതായിട്ടൊരു മത്സരമാണ് ഇവിടെ കാണുന്നത്. പൗരുഷത്തിന്റെ പ്രതീകമായ ഭീഷ്മരും ഈശ്വരന്റെ നിശ്ചയമായ വിധിയും. ഏതാണ് ജയിക്കുന്നത് നോക്കൂ.